കുറവിലങ്ങാട് മേഖലയിലെ മണ്ണ് മാഫിയയുടെ പ്രവർത്തനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ജില്ലാ ജിയോളജിസ്റ്റിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് സംഘം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെത്തി പരിശോധന നടത്തി. കുറവിലങ്ങാട് പഞ്ചായത്തിലെ അനധികൃത മണ്ണെടുപ്പിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ജില്ലാ ജിയോളജിസ്റ്റിനെതിരെ ഗ്രാമപഞ്ചായത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ടാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച എത്തിയത്. വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ സംഘമാണ് ഗ്രാമപഞ്ചായത്തിലെത്തി പ്രസിഡന്റ് ടി.എസ്. രമാദേവിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 വർഷക്കാലമായി കുറവിലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്തു നിന്നും കുന്നുകൾ ഇടിച്ചു നിരത്തി സമീപ ജില്ലകളിലേക്ക് മണ്ണ് കടത്തിക്കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന് നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്ന പ്രധാന ആരോപണം. പഞ്ചായത്ത് പ്രദേശത്തെ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇടയാക്കുന്ന വിധത്തിൽ കുന്നുകൾ ഇടിച്ചു നിരത്തി അയൽ ജില്ലകളിലേക്ക് മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് ജില്ലാ ജിയോളജിസ്റ്റ് ബൈജു ആണെന്നുള്ള ആരോപണവും ഗ്രാമപഞ്ചായത്ത് അധികൃതർ രേഖാമൂലം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. ജില്ലാ ജിയോളജി വകുപ്പ് മേധാവി എന്ന നിലയിൽ യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ മണ്ണ് മാഫിയയ്ക്ക് നൽകിയ പാസുകൾ ഉപയോഗിച്ചായിരുന്നു പഞ്ചായത്തിലുടനീളം മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. പഞ്ചായത്തിലെ തെനങ്കുന്നുമല ഇത്തരത്തിൽ മണ്ണെടുപ്പ് നടത്തി ഇല്ലാതാക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന നിരവധി കുടിവെള്ള പദ്ധതികളുടെ ഭാവി തന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു മണ്ണ് മാഫിയയുടെ പ്രവർത്തനം. കോഴായിലെ നയാഗ്ര ജലവിതരണ പദ്ധതിയുടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന നരിവേലിമല മണ്ണെടുത്ത് ഇല്ലാതാക്കുന്നതോടെ നയാഗ്ര ജലവിതരണ പദ്ധതിയുടെ ടാങ്ക് തന്നെ നിലംപൊത്തുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉയർന്നു വന്നിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് നയാഗ്ര ജലവിതരണ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഉയർത്തിക്കൊണ്ടുവന്നത്. പുലർച്ചെ 2 മുതൽ കുന്നുകൾ ഇടിച്ചു നിരത്തി ടിപ്പർ ലോറികളിലേക്ക് മണ്ണ് കയറ്റി ഗ്രാമീണ റോഡുകളിലൂടെയുള്ള ടിപ്പർ വാഹനങ്ങളുടെ പാച്ചിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്നു. മാത്രവുമല്ല, ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞത് ടിപ്പറുകളുടെ മത്സരവോട്ടം മൂലമാണെന്നുള്ളതും ആക്ഷേപമുയർന്നിരുന്നു. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിലായിരുന്നു മണ്ണ് മാഫിയയുടെയും ടിപ്പർ മാഫിയയുടെയും വിളയാട്ടം ഈ മേഖലയിൽ നിലനിന്നിരുന്നത്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ രോഷം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുകയും കുറവിലങ്ങാട് പഞ്ചായത്ത് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പിനെതിരെ ഹർത്താലിന് പോലും നീക്കം നടത്തുകയും ചെയ്തത്. മണ്ണ് മാഫിയയുടെ പ്രവർത്തനങ്ങൾക്കും അനധികൃത മണ്ണെടുപ്പിനും റവന്യൂ അധികാരികളുടെ ഒത്താശയുണ്ടെന്നും ഇതിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കുറവിലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്തെ ഹർത്താലിന് സർവകക്ഷി യോഗം ആഹ്വാനം ചെയ്തത്. എന്നാൽ പടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, പാല RDO EV ബേബിച്ചൻ എന്നിവർ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഉണ്ടായ ധാരണയെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താലിൽ നിന്നും പിന്തിരിയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് മണ്ണ് മാഫിയയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് പരാതി നൽകുവാനും തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചതും. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജില്ലാ ജിയോളജിസ്റ്റിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി അന്വേഷണം തുടരുന്നതിന് വരും ദിവസങ്ങളിലും കുറവിലങ്ങാട് സമീപ പ്രദേശങ്ങളിലും വിജിലൻസ് അന്വേഷണ സംഘം എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്.